മനോജ്, തലസ്ഥാനത്ത് തന്നെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലാണ് മനോജ് ഇപ്പോൾ ഉള്ളത്. അവിടെ എങ്ങനെയാണ് ഭക്തജനങ്ങളുടെ ഒഴുക്കാണോ, എന്തൊക്കെ ക്രമീകരണങ്ങൾ അവിടെ? സമയം 7:22 ആയിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ആ ഭക്തരുടെ ഒരു പ്രവാഹം അല്ലെ, പ്രത്യേക ട്രെയിൻ സർവീസ് ഒക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് മനോജ് അവിടുത്തെ ഒരു കാഴ്ചകൾ? തീർച്ചയായും വലിയ തിരക്ക് തന്നെയാണ് തമ്പാനൂർ അനുഭവപ്പെടുന്നത്. ഭക്തർ ഓരോരുത്തരായി അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ജില്ലകളിൽ നിന്നും ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന് അടക്കം നിരവധി പേരാണ് ട്രെയിനുകളിൽ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. സ്പെഷ്യൽ ട്രെയിനുകളുണ്ട്. അതുകൊണ്ട് തന്നെ യാത്രാ സൗകര്യം ഭക്തർക്കായുണ്ട്. ഇവിടേക്ക് എത്തുന്ന ഭക്തരായി തമ്പാനൂർ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ KSRTC ടെർമിനലിന് മുൻപിലാണ്. ഇവിടെ നിരവധി അടുപ്പുകൾ കൂട്ടി ഭക്തരങ്ങനെ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളുമാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കും ഈ പൊങ്കാലയ്ക്ക് മുമ്പായി അങ്ങനെ അവലും മലരുമൊക്കെ വെച്ചുകൊണ്ട് പുഷ്പങ്ങളൊക്കെ ആ കലത്തിൽ അങ്ങനെ പുഷ്പഹാരമൊക്കെ ചുറ്റി പൊങ്കാലയ്ക്കുള്ള എല്ലാ തയ്യാറെടുപ്പുകളും കൂടി കാത്തിരിക്കുകയാണ്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അനന്തപുരി ഒന്നാകെ യാഗശാലയായി മാറും. അതിനുള്ള ഒരു കാത്തിരിപ്പെന്ന് പറയുന്നത്, അതായത് കഴിഞ്ഞ ദിവസം എത്തിയവരുണ്ട്, 2 ദിവസം മുൻപേ ഇവിടേക്ക് എത്തിയവരുണ്ട്. അവരൊക്കെ ദർശനം പൂർത്തിയാക്കി അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുവാൻ വേണ്ടി ഇവിടേക്ക് എത്തിയിരിക്കുന്നവരാണ്. ഈ തമ്പാനൂരിൽ നിന്നും ഓരോ റോഡുകളും അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇരുവശത്തും ഇങ്ങനെ വരിവരിയായി അടുപ്പുകൾ കൂട്ടി പൊങ്കാല അർപ്പിക്കാൻ കാത്തിരിക്കുന്ന അമ്മമാരാണുള്ളത്. പൊങ്കാല മാത്രമല്ല, തെരളിയും മണ്ടപ്പുറ്റും അതുപോലെ ഓരോരോ വിഭവങ്ങളായാണ് അമ്മയ്ക്ക് നേർച്ചയായി അർപ്പിക്കുന്നത്, വഴിപാടായി അർപ്പിക്കുന്നത്. എന്തായാലും ആറ്റുകാൽ പൊങ്കാല ദിനമെന്ന് പറയുന്നത് അനന്തപുരിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷമാണ്. അനന്തപുരിയിലേക്ക് മറ്റ് ജില്ലകളിൽ നിന്ന് എത്തുന്നവരെയും അതോടൊപ്പം തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്നവരെയും ഒക്കെ വരവേൽക്കുവാനുള്ള ഒരു അവസരമാണ്. അപ്പോൾ അവരെ വരവേൽക്കുമ്പോൾ അവർക്ക് വേണ്ട ക്രമീകരണങ്ങളും സൗകര്യങ്ങളെല്ലാം തന്നെ ഇവിടെ സന്നദ്ധ സംഘടനകളും അതോടൊപ്പം തന്നെ ഇവിടെ നിയോഗിച്ചിട്ടുള്ള എല്ലാ ആളുകളും ചേർന്നുകൊണ്ട് ഇവിടെ ചെയ്തു നൽകുന്നു എന്നുള്ളതാണ്. ഇവിടേക്ക് എത്തുന്നവർക്ക് വേണ്ട കുടിവെള്ളമായാലും അവർക്ക് വേണ്ട ആഹാരമായാലും അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലായാലും സേവാഭാരതി അടക്കമുള്ള സന്നദ്ധ സംഘടനകൾ സജീവമായി തന്നെ ഈ തമ്പാനൂർ കേന്ദ്രീകരിച്ച സേവാഭാരതിയുടെ തന്നെ വൈദ്യസഹായം ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ്. ആംബുലൻസുകളും ഒക്കെ അങ്ങനെ തന്നെ രാവിലെ മുതൽ തന്നെ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഭക്തർക്ക് എന്തെങ്കിലും ഒരു അസൗകര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ട സംവിധാനം ഒരുക്കുക എന്നുള്ളതാണ്. എന്തായാലും ഇങ്ങനെ ഈ തമ്പാനൂരിൽ നിന്ന് നമ്മളിപ്പോൾ ഈ ആയുർവേദ കോളേജിലേക്ക് പോകുന്ന, അതായത് ഓവർബ്രിഡ്ജിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന റോഡിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ എത്തി നിൽക്കുന്ന ഭക്തരാണ്. അങ്ങനെ അവരൊക്കെ കാത്തിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അമ്മമാരൊക്കെ അങ്ങനെ അടുപ്പിന് മുന്നിൽ, അതായത് പൊങ്കാല അടുപ്പാണ്, പൊങ്കാല കലം അങ്ങനെ ആ അടുപ്പിലേക്ക് വെച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ്. അമ്മ നേരത്തെ എത്തിയായിരുന്നോ? നേരത്തെ എത്തി. മണിക്കൂറുകൾ കാത്തിരിക്കുകയാണ്. മണിക്കൂറുകൾ ഇന്നലെ എത്തിയ തൃശ്ശൂരിന്ന് എത്തിയതാണ്. എല്ലാ തവണയും വരാറുണ്ടോ? എല്ലാ തവണയും വരാറുണ്ട്. എന്തൊക്കെയാ ഇന്ന് പൊങ്കാലയോടൊപ്പം ഉള്ളത്? മണ്ടപ്പുറ്റ് പൊങ്കാല. മണ്ടപ്പുറ്റുണ്ട്. മണ്ടപ്പുറ്റുണ്ട്. സാധാരണ ഈ തിരുവനന്തപുരംകാരാ കൂടുതലായിട്ട് മണ്ടപ്പുറ്റ് ഉണ്ടാക്കാറ്. കേട്ടിട്ടാ ഞങ്ങളിപ്പോ വെക്കണത്. അത് കേട്ടിട്ടാണ് ഞങ്ങളും തുടങ്ങിയത്. തിരുവനന്തപുരത്തുകാരെ കേട്ടിട്ട് പഠിച്ചു. ഇവിടെ ഉള്ളവരോടാണോ ചോദിച്ചത് എന്തൊക്കെയാ കൂട്ടുന്നത്? ഞങ്ങൾ ഫോണിൽ കണ്ടിട്ട്. ഓക്കെ, തിരുവനന്തപുരം ഇട്ടിട്ടുണ്ടായിരുന്നു ഫോണില്. എങ്ങനെയാ മണ്ടപ്പുറ്റ് ഉണ്ടാക്കുമെന്ന് പറയും? മണ്ടപ്പുറ്റ് അരി, പിന്നെ ചെറുപയറ്, ഏലക്കായ, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ശർക്കര, പഴം എല്ലാം കൂടി കൂട്ടിക്കുഴക്കുക. എന്നിട്ട് നമ്മൾ മണ്ട പോലെ അങ്ങനെ ഉണ്ടാക്കുക. നമ്മുടെ തല പോലെ ഉണ്ടാക്കിയിട്ട് വയ്ക്കുക. നാളികേരം. തൃശ്ശൂരിൽ നിന്ന് വന്നിട്ട് മണ്ടപ്പുറ്റൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചു. അമ്മയ്ക്ക് മണ്ടപ്പുറ്റൊക്കെ അർപ്പിക്കുക പഠിച്ചു. തൃശ്ശൂരിൽ നിന്ന് മണ്ടപ്പുറ്റ് ഉണ്ടാക്കാൻ പഠിച്ചു. ദർശനം കഴിഞ്ഞായിരുന്നോ? ക്ഷേത്രത്തിൽ പോയായിരുന്നോ? പോയി. ഇവിടെ ഇല്ല, അവിടേക്ക് പോകാൻ പറ്റില്ല, തിരക്കല്ലേ. ഇവിടെ ഗണപതി അമ്പലത്തിൽ പോയി. എവിടെ ഇരുന്നാലും ആറ്റുകാലമ്മയെ വിചാരിച്ചുകൊണ്ടങ്ങ് പൊങ്കാല. അതന്നെ, എവിടെ ഇരുന്നാലും വൈക്കണ കാലം വരും, അല്ലെങ്കിൽ വീട്ടിലിട്ടിടും. അപ്പോൾ എന്തായാലും ഒരുപാട് പേര് ആറ്റ് ചേർന്നാണോ വന്നത്? എങ്ങനെയാ വന്നത്? 6 ആള്. തൃശ്ശൂരിന്ന് മണ്ണുത്തിന്ന്. അപ്പോൾ തൃശ്ശൂർ മണ്ണുത്തിൽ നിന്നാണ് 6 പേരങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ പൊങ്കാല ഇടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സാധാരണ തിരുവനന്തപുരത്തുകാർക്കാണ് കൂടുതലായി ഈ മണ്ടപ്പുറ്റിനെ കുറിച്ച് അറിയുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാ ജില്ലകളിലുള്ളവർക്കും ഇത് ഉണ്ടാക്കാൻ അറിയാമെന്നുള്ളതാണ്. അങ്ങനെ മണ്ടപ്പുറ്റൊക്കെ അമ്മയ്ക്ക്
അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താ നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കും ഓരോ വിഭവങ്ങളായി അങ്ങനെ തയ്യാറാകുകയാണ്. രാവിലെ മുതൽ തന്നെ ഇവിടെ വന്ന് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇവിടെ നടത്തുകയാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് മണ്ടപ്പുറ്റ് ഇവിടെ തയ്യാറാക്കുകയാണ്. അതിനു വേണ്ട എല്ലാ വിധത്തിലുള്ള ഓരോ ഉരുളകളായി അങ്ങനെ ഉരുട്ടി വെച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ തെരളിക്ക് വേണ്ട സംവിധാനങ്ങളും ഇവിടെ ശരിയാക്കുന്നുണ്ട്. എന്തായാലും അങ്ങനെ പൊങ്കാല അടുപ്പിൽ അഗ്നി പകരുന്നതോടുകൂടി തന്നെ, അതായത് പണ്ടാര അടുപ്പിലാണ്, ആറ്റുകാൽ അമ്മയ്ക്ക് മുന്നിലാണ് ആദ്യം അഗ്നി പടരുക, അഗ്നി പകർത്തുക, തുടർന്നാണ് ഇങ്ങോട്ടേക്കെല്ലാം ഈ അഗ്നി നൽകുക. അതൊക്കെ ഈ അടുപ്പുകളിലേക്ക് പകരുമ്പോൾ ഇവിടെ ഓരോ ഭക്തർക്കും അങ്ങനെ മനസ്സ് നിറഞ്ഞ് അമ്മയെ തൊഴുകയാണ്. കാരണം ഓരോ തവണയും ഓരോ വർഷക്കാലവും അവരൊക്കെ കാത്തിരുന്ന ഒരു ദിവസമാണിന്ന്, അമ്മമാരുടെ ദിവസമാണ്. അവരൊക്കെ എത്തി ഇവിടെ പൊങ്കാലയ്ക്കായി നിൽക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഇവരൊക്കെ എത്തുമ്പോൾ ഇവർക്ക് വേണ്ട എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും ഒരുക്കേണ്ടതുണ്ട്. അതിനുവേണ്ട ഒരുപാട് പേര് ഇവിടെ വിവിധ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഓടി നടക്കുന്നുണ്ട്. അങ്ങനെ അവരൊക്കെ ഈ ഒരു പ്രദേശത്തേക്ക്, അതായത് ഈ തമ്പാനൂരിലേക്ക് എത്തുന്ന ഓരോരുത്തരെയും അങ്ങനെ ഓരോ ഭാഗത്തേക്ക് കൊണ്ടുപോവുകയാണ്. കാരണം ഇവിടേക്ക് വരുമ്പോൾ ഈ വാഹനങ്ങൾക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ ഈ അടുപ്പുകൾ വയ്ക്കുന്നതിലും അത് കൃത്യമായിട്ടുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം റോഡിന് ഇരുവശവും അടുപ്പുകൾ വയ്ക്കുമ്പോൾ ഈ വാഹനങ്ങൾ പോകാനുള്ള ഒരു സൗകര്യം കൂടെ വേണം. കാരണം കുറേയധികം ഭക്തർ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിനുകളിലും ബസ്സുകളിലുമായിട്ടൊക്കെ എത്തുകയാണ്. അപ്പോൾ അവരെയൊക്കെ വീണ്ടും ഈ പൊങ്കാലയുടെ ഭാഗമാകുവാൻ വേണ്ടിയിട്ട് അവരെയൊക്കെ അങ്ങോട്ടേക്ക് കടത്തിവിടേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ട ക്രമീകരണങ്ങളും ഇവിടെ പോലീസ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഭക്തിയാദരവോടുകൂടി ഇവിടേക്ക് എത്തുന്ന ഭക്തരാണ്, ഈ പൊങ്കാല അർപ്പിക്കുവാൻ വേണ്ടി ഇവിടേക്ക് എത്തുന്ന ഭക്തരാണ് അങ്ങനെ ഇവിടെ തമ്പാനൂരിൽ ഇപ്പോൾ മുഴുവനും ഉള്ളത്. തമ്പാനൂർ മാത്രമല്ല, ഇനി അങ്ങോട്ട് കിള്ളിപ്പാലത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കരമനയും അങ്ങ് ആ കരമനയാറിൻ്റെ ആ ഭാഗത്തേക്കൊക്കെ മുഴുവൻ ഈ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അനന്തപുരി ഒന്നാകെ തന്നെ അങ്ങനെ ആറ്റുകാൽ പൊങ്കാല ദിവസം അതൊരു പ്രത്യേക ഭംഗിയാണ് അനന്തപുരിയെ കാണാൻ. അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ തമ്പാനൂർ ബസ് സ്റ്റാൻഡും റെയിൽവേ സ്റ്റേഷനും ഇടയിലുള്ള ഈ കാഴ്ച തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ബസ്സുകൾ അങ്ങനെ വരുന്നുണ്ട്, ഭക്തരങ്ങനെ ഒഴുകിയെത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ട്രെയിനുകളിലും ബസ്സുകളിലുമായി എത്തിയ ഭക്തരാണ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനി നേരെ അവർ പോകുന്നത് അടുപ്പ് കൂട്ടാനായിട്ടാണ്. അതായത് അവർ വന്നിരിക്കുന്നത് പൊങ്കാലയിടാനാണ്. അപ്പോൾ അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും അവർ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. ഇനി നേരെ പോയി അടുപ്പ് കൂട്ടുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ച് തിരികെ മടങ്ങേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടത്തിലാണ് അവരൊക്കെ. അതായത് ഇനി 9:40 ചടങ്ങുകൾ തുടങ്ങുമെങ്കിലും ഇവിടേക്ക് എത്തുന്ന ഭക്തർക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് സ്ഥലമാണ് പൊങ്കാല ഇടാൻ വേണ്ടി. കാരണം അത്രയധികം തിരക്കാണ് ഇവിടെയുള്ളത്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതാ തലയിലൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അമ്മ എവിടുന്നാ വരുന്നേ? താമസിച്ചു പോയോ? ട്രെയിൻ നമ്മൾ 4 മണി വരെ ട്രെയിൻ നിർത്തിയില്ല, 5 ട്രെയിൻ നിർത്തിയില്ല. അപ്പൊ നിങ്ങൾ ഇനി നേരെ പോയി അടുപ്പ് കൂട്ടാണ്ട? അടുപ്പ് കൂട്ടണം. ശരി, അമ്മേ ശരണം, ദേവി ശരണം. ഓക്കെ, അവരെല്ലാം അങ്ങനെ എത്തുകയാണ്. നമുക്ക് കാണാൻ സാധിക്കും ആ കാഴ്ച. അവരൊക്കെ പൊങ്കാല അർപ്പിക്കുവാൻ വേണ്ട എല്ലാ വിധത്തിലുള്ള സാധനങ്ങളും അങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരികയാണ്. അങ്ങനെ കലവും ആ ചൂട്ടും ഒക്കെ അങ്ങനെ തലയിൽ വെച്ച് പോവുകയാണ്. ഇനി അടുപ്പ് കൂട്ടാനുള്ള ഒരു ഓട്ടത്തിലാണ് എല്ലാവരും. കാരണം ഇനി സമയം അധികമില്ല. പണ്ടാര അടുപ്പിൽ അവിടെ അഗ്നി പകർന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലായിടത്തേക്കും ഈ അഗ്നി പകർന്നുകൊണ്ട് പൊങ്കാല അർപ്പിക്കേണ്ടതുണ്ട്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ചന്ദ്രഗ്രഹണം ആയതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഈ ചടങ്ങുകൾ നേദിക്കുന്നതൊക്കെ നേരത്തെ ആയിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ തന്നെ അറിഞ്ഞുകൊണ്ടാണ് ഭക്തർ എത്രയും പെട്ടെന്ന് തന്നെ എല്ലായിടത്തും അടുപ്പ് കൂട്ടി ഇപ്പോൾ കാത്തിരിക്കുന്നത്. അമ്മ നേരത്തെ എത്തിയായിരുന്നോ? നേരത്തെ എത്തി. എങ്ങനെയുണ്ട് ഇന്ന്? എത്ര വർഷമായി? ഒരുപാട് കാലം കൊണ്ട് വരുന്നതല്ലേ. ഇപ്പൊ വന്നപ്പോ എന്ത് തോന്നുന്നു? സന്തോഷമുണ്ട്. നല്ല തിരക്കാണ്. തൊഴുതായിരുന്നോ? ക്ഷേത്രത്തിൽ പോയോ? ക്ഷേത്രത്തിൽ അങ്ങ് പോയില്ല. നല്ല ദൂരം ഉണ്ടല്ലോ. തൊഴുതു. പിന്നെ നമ്മൾ തമ്പാനൂർ ഇരിക്കുന്നല്ലേ ഉള്ളൂ. എവിടെന്നാ വരുന്നേ? ഞങ്ങൾ ഈ ജില്ലയിൽ നിന്ന് തന്നെ ആറ്റിങ്ങാം. എല്ലാ വർഷവും ഇവിടെ തന്നെയാണോ? തമ്പാനൂർ തന്നെയാണോ വരുന്നത്? തമ്പാനൂർ തന്നെ വരുന്നത് എല്ലാ വർഷവും. അത് തന്നെയാണ്. എന്തായാലും അമ്മമാരൊക്കെ അങ്ങനെ ഇരിക്കുന്നതാണ്. നമുക്കിവിടെ മൊത്തവും മുഴുവനായും അമ്മമാരാണ്. കാരണം റോഡിന് ഇരുവശവും അവരങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. അവർ നമുക്ക് കൂടുതലായും ഈ ശുഭ്ര വസ്ത്രധാരികൾ എന്ന് തന്നെ പറയാം. അതായത് ഈ മുണ്ടും നേരിയതുമാണ് അവരുടെയൊക്കെ കൂടുതലായിട്ടുള്ള വേഷം. അതിനൊരു പ്രത്യേകത എന്ന് പറയുക, ക്ഷേത്ര ദർശനം എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കേരളീയ വസ്തുക്കളാണ്. തീർച്ചയായും അമ്മമാരൊക്കെ അങ്ങനെ. എന്തായാലും രാവിലെ തന്നെ എത്തിയായിരുന്നോ? രാവിലെ എത്തി. അത് രാവിലെ എത്തി. 3 മണിക്ക് ഞങ്ങൾ എത്തി. ഇനി എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്? പൊങ്കാല മാത്രമാണോ?
പൊങ്കാലയുണ്ട്, പിന്നെ ഈ പൊങ്ങുണ്ട്, ഉണ്ട്, പിന്നെ തിരളിയുണ്ട്. എല്ലാ ക്രമീകരണങ്ങളും എല്ലാ തയ്യാറെടുപ്പുകളും ഇവിടെ ഉണ്ട്. എന്തായാലും ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, അതായത് പുറകിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബസ്സുകൾ അങ്ങനെ വരിവരിയായി കാത്തു നിൽക്കുകയാണ്. അവിടെ അതിൽ എത്തുന്ന ഭക്തരുമുണ്ട്. നല്ല തിരക്കാണ്. ഈ തിരക്കെന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെക്കാളും ആകുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നന്നായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുമുണ്ട്. അതായത് തലസ്ഥാനത്ത് സ്ത്രീകളുടെ ഒരു ആകെ ബഹളം തന്നെയാണ്. എന്തായാലും പൊങ്കാല അടുപ്പിലേക്ക് പൊങ്കാല ഒരുക്കങ്ങൾ ഇവിടെ കൃത്യമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ പച്ചപ്പന്തലിനടുത്താണ്. ഇവിടെയാണ് ഭണ്ഡാര അടുപ്പ് ഉണ്ടാവുന്നത്. ഇവിടേക്കാണ് 9:15 കൂടിയിട്ടാണ് ദേവിക്കുള്ള പൊങ്കാല നിവേദിക്കുന്നത് സ്ഥലമാണ്. നമുക്കറിയാം 9:15 ശുദ്ധപുണ്യാഹം തളിക്കുന്നതോടുകൂടിയാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത്. അതിനുശേഷം ക്ഷേത്ര മേൽശാന്തിയായിട്ടുള്ള ബ്രഹ്മശ്രീ അനീഷ് തമ്പൂതിരിപ്പാട് വലിയ തിടപ്പള്ളിയിൽ അഗ്നി തെളിയിക്കും. അതിനുശേഷം സഹമേൽശാന്തി ചെറിയ തിടപ്പള്ളിയിലും, ശേഷം ഭണ്ഡാര അടുപ്പിലും വിളക്ക് തെളിയിക്കുന്നതോട് കൂടിയിട്ടാണ് പൊങ്കാലയ്ക്ക് തുടക്കമാകുന്നത്. തീർച്ചയായും ശില്പ, ഈ പുതിയ മൺകലത്തിലാണ് പൊങ്കാല ഇടുക എന്ന് പറയാറുള്ളത്. അതിന് ഒരു പ്രത്യേക ഈ മൺകലം എന്ന് പറയുന്നത് 3:10 മുതൽ രാത്രി 7 മണി വരെ ക്ഷേത്രനട അടയ്ക്കുന്നതിനാൽ ഭക്തജനങ്ങൾക്ക് പ്രസ്തുത സമയത്ത് ദർശനം ഉണ്ടായിരിക്കുന്നതല്ല എന്നറിയിക്കുന്നു.